ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷവും? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്. ഇത്ര നാൾ വീഡിയോ ഇടാത്ത കാരണം എന്താണെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ തംബ്നെയിൽ കണ്ടവർ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറേ ആയി വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ ഇതാ ഇന്ന് എങ്ങനെയോ സാധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് മക്കൾ മദ്രസയിൽ പോകുന്ന സമയത്താണ് കേട്ടോ. ഇന്ന് സ്കൂളില്ല, സ്കൂളിന് അവധിയാണ്. നമ്മളെ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളെ മക്കൾക്ക് സർക്കാർ ലീവ് കൊടുത്തിട്ടില്ലേ, ആ ദിവസമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഇന്ന് മക്കൾക്ക് മദ്രസയിൽ എക്സാം നടക്കുന്നതാണിപ്പോൾ. ഒരു 6:20 മക്കളെ മദ്രസയിൽ ഓട്ടോ വരും. അങ്ങനെ ഇതാ മക്കളെ എല്ലാം മദ്രസയിൽ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. എനിക്ക് 6th മന്ത് ചെക്കപ്പിന് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ചമ്മന്തിയാണ്. അത് ഞാൻ ഇന്നലെ എല്ലാം മാവെല്ലാം അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം പിറ്റേന്ന് രാവിലെ ഇങ്ങനെയെല്ലാം പോകേണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളെല്ലാം ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ മക്കൾ മദ്രസയിൽ വിട്ട് വരുമ്പോൾ തന്നെ അതെല്ലാം ഒന്ന് റെഡിയാക്കിയാൽ കുട്ടികളെ കൊണ്ട് വേഗം ഒന്ന് പോയി ബ്ലഡെല്ലാം കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച്. മോക്കും ചെക്കപ്പ് ഉണ്ട് കേട്ടോ. മോക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഫുള്ള് അലർജിയും കാര്യങ്ങളും തുമ്മലും ചുമയെല്ലാം ആയിട്ട് കാലാവസ്ഥ പ്രശ്നം കൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഓളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സുഖമില്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് ഓക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇതാ ഓളെ സൂചിയെല്ലാം കുത്തി കഴിഞ്ഞ ഒരു വലിയ യുദ്ധം കഴിഞ്ഞിട്ട് ഇരിക്കുന്നതാണ്. ഭയങ്കര പേടിയാണ് സൂചിക്ക്. സൂചി കുത്തുമ്പോൾ കൈയെല്ലാം ഇങ്ങനെ വലിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ ബ്ലഡ് എടുക്കലാണ്. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ചക്കരക്കല്ല് തന്നെ ഒരു ലാബിലാണ് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ബ്ലഡെല്ലാം കൊടുത്ത് ഇതെല്ലാം ആക്കി പിന്നെ വൈകുന്നേരം ഇതിൻ്റെ റിസൾട്ടും കൊണ്ട് വൈകുന്നേരമാണ് നമുക്ക് ഡോക്ടറെ കാണിക്കേണ്ടത്. ഇപ്പോൾ ഡോക്ടർ വീട്ടിൽ പോയിട്ടാണ് കാണിക്കുന്നത്. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ വീട്ടിൽ പോയിട്ടാണ് ഇപ്പോൾ കാണിക്കൽ. ആദ്യം ഞാൻ വേറെ ഡോക്ടറേനും കാണിച്ചത്, അശോക് ഹോസ്പിറ്റലിൽ ബിന്ദു ഡോക്ടറേനും കാണിച്ചത്. പിന്നെ ഇപ്പം മാറ്റി. അങ്ങനെ ഇതാ ബ്ലഡും കാര്യമെല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഒരു അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് മന്തി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മന്തിയെല്ലാം ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കലാണ്. പിന്നെ മിൻഹക്ക് സൂപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അതും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ സൂപ്പെല്ലാം എത്തിയിട്ടുണ്ട്. ചെറിയാൾക്ക് തീരെ പിടിച്ചിട്ടില്ല സൂപ്പ്. അതിൽ കുറേ വെജിറ്റബിളെല്ലാം ഇങ്ങനെ കട്ട് ഉള്ളതുകൊണ്ട് തന്നെ അതെല്ലാം നീക്കി ആക്കിയെല്ലാം കുടിക്കുന്നത്. ഞാൻ നല്ലതാണെന്നെല്ലാം പറഞ്ഞിട്ട് എങ്ങനെയോ കുടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മന്തി വന്നിട്ടുണ്ട്. എനിക്ക് മന്തിയൊന്നും തിന്നാനിപ്പം തീരെ താല്പര്യമില്ല. നല്ല സാദാ ചോറും കറിയും അങ്ങനെയെല്ലാം തിന്നാൻ ഇഷ്ടം. പിന്നെ കുറേ ആയി മന്തിയെല്ലാം കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തിട്ട്. മഴ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പോയി കഴിക്കലെല്ലാം ഭയങ്കര കുറവേനു. അങ്ങനെ മക്കൾ ആഗ്രഹമല്ലേ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കൊടുത്ത്. ഇതാ ഫുഡെല്ലാം കഴിച്ചെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരു 2 മണി 2:30 ആയിട്ടുണ്ട്. 4:30 5 മണി ആകുമ്പോഴാണ് നമുക്ക് വീട്ടിൽ നിന്ന് ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ പോയി കുറച്ച് നേരം ഉറങ്ങി റെസ്റ്റെല്ലാം എടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഡോക്ടറെ അടുത്ത് പോകുന്നത്. വൈകുന്നേരം ഒരു 4:30 അങ്ങനെ ആകുമ്പോഴേക്ക് നമ്മൾ ഇറങ്ങിന്. പിന്നെ ഇതാ 4 മണിയാകുമ്പോൾ ഇറങ്ങിയത്. അങ്ങനെ ഇതാ വേഗം ഇനിയും ഡോക്ടറെ അടുത്ത് എത്തണം. ഷമീർക്ക നമ്മൾ റെഡിയാവുന്ന നേരം കൊണ്ട് തന്നെ റിപ്പോർട്ട് വാങ്ങിയിട്ട് വന്നതാണ്. അങ്ങനെ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന. മക്കൾക്ക് നാളെ മദ്രസയിൽ എക്സാമെല്ലാം ഉണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ഇങ്ങനെ അവിടെ ഇവിടെയെല്ലാം പോയിട്ടായിട്ടെല്ലാം സമയം വെറുതെ പോയിട്ടുണ്ട്. പിന്നെ ലീവുള്ള ദിവസമല്ലേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റൂ. അങ്ങനെ ഇതാ റിപ്പോർട്ടും എൻ്റെ ഡോക്ടർ ഷീറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് കുറച്ച് ധൃതിയിലാട്ടോ. കുറച്ച് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കിലാണ് വീട്ടിൽ നിന്ന് ഡോക്ടറെ കാണിക്കാൻ ഇറങ്ങിയത്. നോക്കുമ്പോൾ ഇന്ന് നല്ല മഴയും ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്തെല്ലാം കുറച്ച് കുറവേനു. ഞാൻ ഉറങ്ങുന്ന സമയത്തെല്ലാം നല്ല മഴയേനു.
അങ്ങനെ ഇതാ നമ്മൾ കണ്ണൂരാണ് കാണിക്കാൻ പോകുന്നത്. കണ്ണൂർ ഡോക്ടറെ ക്ലിനിക്കിലാണ് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ഇതാ ഡോക്ടറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ എത്തി നോക്കുമ്പോൾ തന്നെ ഇന്ന് തിങ്കളാഴ്ച കൊണ്ട് ഇഷ്ടം പോലെ ആളുണ്ടേനു. നല്ല സമയമായിന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അങ്ങനെ ഇതാ ഡോക്ടറെല്ലാം കാണിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ മോളെ കാണിക്കാൻ പോകണം. പിന്നെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നന്നായി വെള്ളം കുടിക്കാൻ പറഞ്ഞ്. ഇനിയിപ്പോൾ ഞാൻ കുറേ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കുറേ അതിൽ വീഡിയോ ഒന്നും എടുക്കാത്ത അതിൻ്റെതായ ചില ഇടങ്ങാറെല്ലാം ഉണ്ട്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.